വടകരയിൽ രാഷ്ട്രീയ വിവാദങ്ങൾ കനക്കുമ്പോൾ അശ്ലീല വീഡിയോ പ്രചാരണ കഥയുമായി വന്ന ശൈലജ ടീച്ചറുടെ കാലുമാറ്റം CPM-നെ തകർത്തിരിക്കുകയാണ്. പാനൂരിലെ ബോംബ് നിർമ്മാണവും സ്ഫോടനവും ഉണ്ടാക്കിയ അലയൊലികളെ തണുപ്പിക്കാനുണ്ടാക്കിയ അശ്ലീല വീഡിയോ വിവാദവും CPM-ന് തിരിച്ചടിയായിരിക്കുന്നു. തനിക്കെതിരെ അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കുന്നതായി എവിടെയും പറഞ്ഞിട്ടില്ല എന്നും മോർഫ് ചെയ്ത പോസ്റ്റർ എന്നാണ് പറഞ്ഞത് എന്നും വടകരയിലെ ഇടതു സ്ഥാനാർത്ഥി KK ശൈലജ വ്യക്തമാക്കിയതോടെ കോൺഗ്രസ് CPM-നെ എടുത്തിട്ടലക്കുകയാണ്. എൻ്റെ വടകര KL18 എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിരന്തരമായി ഫേക്ക് വീഡിയോകൾ, വൃത്തികെട്ട പോസ്റ്ററുകൾ ഇതൊക്കെ വരികയാണ്. ആദ്യം തന്നെ ചെയ്തത് ഒരു മോശമായ അശ്ലീല ചിത്രത്തിൻ്റെ തല മാറ്റി എൻ്റെ തല ചേർത്തുകൊണ്ട് കുടുംബ പേജുകളിൽ എത്തിച്ചു. എത്ര ചീപ്പായിട്ടാണ് ഇവർ ചെയ്യുന്നത് എന്നായിരുന്നു കഴിഞ്ഞ 15-ന് ശൈലജ പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇതിൽ തിരുത്തു കൊണ്ടുവന്നു. എൻ്റെ ഫോട്ടോ മോർഫ് ചെയ്ത പോസ്റ്റർ ഉണ്ടാക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്, വീഡിയോ എന്ന് പറഞ്ഞിട്ടില്ല. അന്നത്തെ പത്രസമ്മേളന വീഡിയോ കണ്ടാൽ മനസ്സിലാകുമെന്നാണ് ശൈലജയുടെ പുതിയ വാദം. ഈ 2 വീഡിയോയും കോൺഗ്രസ് വലിയ തോതിൽ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതോടെ സഹതാപ വോട്ട് കിട്ടാൻ ഇടത് സ്ഥാനാർത്ഥി നുണ പ്രചരിപ്പിച്ചെന്നുള്ള കോൺഗ്രസ് ആരോപണം അച്ചട്ടായി. അശ്ലീല ചിത്രം എന്ന് മാത്രമാണ് ശൈലജ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നത് എങ്കിലും അശ്ലീല വീഡിയോ സൃഷ്ടിച്ചു എന്നാണ് CPM നേതാക്കളും അണികളും പ്രചരിപ്പിച്ചത്. ആ പത്രസമ്മേളനത്തിലെ ഫേക്ക് വീഡിയോകൾ എന്ന പരാമർശമാണ് CPM-കാർ ചർച്ചയാക്കിയത്. ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി ശൈലജ രംഗത്ത് വന്നത്. എൻ്റെ ഫോട്ടോ മോർഫ് ചെയ്ത് പോസ്റ്റർ ഉണ്ടാക്കുന്നു എന്ന് മാത്രമാണ് താൻ പറഞ്ഞത്, വീഡിയോ എന്ന് പറഞ്ഞിട്ടില്ല. അന്നത്തെ പത്രസമ്മേളന വീഡിയോ കണ്ടാൽ അത് മനസ്സിലാകും. എൻ്റെ ഫോട്ടോയ്ക്കൊപ്പം മറ്റു ചിലരുടെ ഫോട്ടോ ചേർത്ത് വ്യാജ സന്ദേശം പ്രചരിപ്പിക്കുകയാണ്. അന്ന് തൊണ്ടയിടറി സംസാരിച്ചതല്ല. പൊടി അലർജിയും സ്വീകരണ കേന്ദ്രങ്ങളിൽ പൂത്തിരി കത്തിക്കുന്നതിൻ്റെ പുകയും പ്രശ്നമായതാണ്. സ്ത്രീ എന്ന നിലയിൽ എന്നെ അപമാനിച്ചത് മാത്രമല്ല, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകയും MLA-യും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ്. എൻ്റെ രാഷ്ട്രീയ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്നതാണ് പ്രശ്നം. ഇതാണിപ്പോൾ ശൈലജ പറയുന്നത്. അങ്ങനെയൊരു വീഡിയോ ഇല്ലെന്ന് KK ശൈലജ ഇപ്പോഴെങ്കിലും സമ്മതിച്ചതിൽ സന്തോഷമുണ്ട് എന്നാണ് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഇത്രയും ദിവസം താൻ നേരിട്ട സൈബർ ആക്രമണത്തിന് ആര് മറുപടി പറയുമെന്നും ഷാഫി പറമ്പിൽ പ്രതികരിക്കുന്നു. അശ്ലീല വീഡിയോ ഉണ്ടാക്കുന്നവൻ എന്നുവരെ വിളിച്ച് വേട്ടയാടിയില്ലേ? ടീച്ചറുടെ വാക്കുകൾ കേട്ട് തന്നെ ആക്രമിച്ച സാംസ്കാരിക നായകർ ഇനി പ്രതികരിക്കുമോ എന്നും ഇതിന് ജനം മറുപടി നൽകുമെന്നുമാണ് ഷാഫി പറമ്പിലിൻ്റെ പ്രതികരണം. സൈബർ ആക്രമണം ആർക്കെതിരെ നടന്നാലും അത് തെറ്റ് തന്നെയാണ്. തനിക്ക് ഉമ്മയില്ലേ എന്നാണ് ടീച്ചർ ചോദിച്ചത്. ഇല്ലാത്ത വീഡിയോയുടെ പേരിലാണ് തൻ്റെ ഉമ്മയെ വരെ ഈ പ്രശ്നത്തിലേക്ക് വലിച്ചിഴച്ചത്. വ്യക്തിഹത്യ നടത്തി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല, ഇനി നാളെയും അത് ചെയ്യില്ല എന്നും ഷാഫി പറമ്പിൽ പറയുന്നു. വടകരയിൽ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള അംഗവും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. വാക്പോരുകളും വിവാദങ്ങളുമായി വടകരയിലെ ഇലക്ഷൻ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്.